എല്ലാം എടുക്കാൻ പറ്റും. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ലോങ് ട്രാവലിംഗ് ഡേ തന്നെയായിരുന്നു. അത് നമുക്ക് ഭയങ്കര ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കണ്ടാലോ? അങ്ങനെ എല്ലാ മൊമെൻറ്റ്സും ഒന്നുമില്ല, പക്ഷേ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് മാത്രമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോയിലൂടെ എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അമ്പലം. അത് നമ്മൾ കോഴിക്കോടുകാർക്കല്ലാതെ അതിൻ്റെ കുറച്ച് വീട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുമെന്നും തോന്നുന്നില്ല. അറിയുന്നവരും ഒരുപാടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും കൂടെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണണേ. ഇത് കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മളെ വേണ്ടപ്പെട്ടവരെ കാണുക എന്നുള്ളതായിരിക്കും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നൊക്കെ ഇറങ്ങി സ്റ്റേ ഓവർ എൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെയുള്ളൊരു ട്രിപ്പാണ് നമ്മളെ ഈ ഒരു അനുഭവത്തിലേക്ക് എന്നൊക്കെ പറയാം. എന്നെ സംബന്ധിച്ചത് അങ്ങനെയൊക്കെയാണ്. 1-2 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. ഇതാണ് നമ്മളെ കോഴിക്കോട് അടുത്തുള്ള മേൽപ്പഴനി എന്ന് പറയുന്ന നമ്മുടെ പഴനി, നമ്മുടെ സ്വന്തം പഴനിയായിട്ട് തോന്നും. ഞാൻ ഇതുവരെ പഴനി പോയിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കാണുന്ന അതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ അതൊരു നല്ലൊരു അനുഭവമാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർ, എനിക്ക് പോകാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയൊരു നല്ലൊരു അമ്പലം, നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമായത് വൈകുന്നേരം പോകാനാണ്. നല്ല നല്ല അടിപൊളി വൈബാണ്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് എന്നൊക്കെ പറയില്ല, അങ്ങനെ നല്ലൊരു ആംബിയൻസാണ്. ഇവങ്ങൊക്കെ വന്ന് കാറ്റ് കൊണ്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അടിപൊളി ഫീലാണ്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും വരെ നല്ലൊരു ഫീലായിരിക്കും. ഈ ഒരു ടെമ്പിളിൻ്റെ ചുറ്റുപാടും ഈ ടെമ്പിളൊന്നും ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതിന് കുറേ പരിമിതികളുണ്ട്. അങ്ങനെ അതുകൊണ്ട് എല്ലാ ഒരു ഫ്രെയിംസും എല്ലാ കാര്യങ്ങളൊന്നും ഇതിലില്ല. കുറച്ച് മൊമെൻറ്റ്സ് മാത്രമേ ഇവിടുത്തെ ഉള്ളൂ. ഇവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളിമാടുകുന്ന് അടുത്താണ് ഈ അമ്പലം. അപ്പം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ പിന്നെ നമുക്കൊന്നും അറിയാനൊന്നുമില്ല. ഇവിടുത്തെ മൊമെൻറ്റ്സ് ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് ഹൈലൈറ്റ്സ് മാത്രമേ ഉള്ളൂ, അതും എടുക്കാൻ പറ്റിയത് മാത്രം. അങ്ങനെ അവിടുത്തെ ഗാർഡനിൽ പോയിട്ടേക്കുമ്പോൾ പൂ മണത്ത് മതിയായിട്ടില്ല. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ളിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസ്റ്റായിട്ട് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണല്ലോ SM സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളും പോയി. നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് റിട്ടേൺ അടിച്ചു. എനിക്ക് എൻ്റെ ചെരുപ്പുകളൊക്കെ നല്ല സൈസ് ആയതുകൊണ്ട് അങ്ങനെ എല്ലാ ഷോപ്പിൽ നിന്നൊന്നും കിട്ടാറില്ല. അങ്ങനെ നമുക്ക് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇവിടെയൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് നമ്മളത് ചെരുപ്പൊക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഒരു ജ്യൂസും കുടിച്ച് അങ്ങനെ തിരിച്ചപ്പോഴേക്കും നൈറ്റായി. അപ്പോൾ പിന്നെ നമ്മളെ മെയിൻ ചായ സ്പോട്ട്, അടിപൊളി ടീ സ്പോട്ടുണ്ട് നമ്മൾ പേരാമ്പ്ര ബൈപ്പാസിൻ്റെ അവിടെ കയറിയിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ തിരിച്ചു പോകുന്നത്. അപ്പോൾ മഴയുണ്ട്. അങ്ങനെ എല്ലാം ശുഭം. അങ്ങനെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.